ഇടുക്കി ജില്ലയിലെ വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലെ കല്ലാർകുട്ടി ഡാം അടിമാലി കുമളി നാഷണൽ ഹൈവേ 185നോട് ചേർന്നാണ് കല്ലാർകുട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത്. അണക്കെട്ടിനെ സംബന്ധിക്കുന്ന പ്രധാന വിവരങ്ങളടങ്ങിയ ഒരു ബോർഡ് കാണാം. ഡാമിൻ്റെ വീഡിയോസൊക്കെ എടുക്കാം. അതുപോലെ അണക്കെട്ടിന് മുകളിലൂടെ വാഹന ഗതാഗതമുള്ള ചുരുക്കം ചില ഡാമുകളിലൊന്നാണിത്. കല്ലാർകുട്ടി ഡാമിൻ്റെ പാലത്തിലൂടെ ഒരു യാത്ര. ഇതൊരു ഇടുങ്ങിയ പാലമാണ്. പണ്ട് പാലത്തിലൂടെ ബസ്സുകളും കടന്നുപോയിരുന്നു. ഡാമിന് ബലക്ഷയം ഉണ്ടാവാതിരിക്കാൻ ബസ് റൂട്ട് ഇപ്പോൾ കല്ലാർകുട്ടി പാലത്തിലൂടെയാണ്. കഴിഞ്ഞ ഡിസംബറിൽ അറ്റകുറ്റപ്പണികൾക്കായി കല്ലാർകുട്ടി ഡാം വറ്റിച്ചിരുന്നു. വെള്ളം വറ്റിച്ചപ്പോൾ ഡാമിൽ നിറയെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളിയായിരുന്നു നമ്മൾ കണ്ടത്. ആ സമയത്തെടുത്ത ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരപ്പുഴയാറിന് കുറുകെ 1962 കല്ലാർകുട്ടി ഡാമിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. KICBയുടെ കീഴിൽ നേരിമംഗലം ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു ഗ്രാവിറ്റി ഡാം കൂടിയാണ് കല്ലാർകുട്ടി. കല്ലാർകുട്ടിയിൽ നിന്നും 2 കിലോമീറ്റർ ദൂരത്തിലുള്ള റോക്സ് വാട്ടർഫോൾ വ്യൂ പോയിന്റ്. ഇവിടെ നിന്നും പെരിയാറിൻ്റെ മനോഹര ദൃശ്യം കാണാം. കല്ലാർകുട്ടി ഡാമിൻ്റെ ഷട്ടർ തുറക്കുമ്പോൾ നിറഞ്ഞൊഴുകുന്ന പെരിയാറിനെ നമുക്ക് കാണാനാവും. ഇവിടെ വന്നപ്പോൾ ഒരു കുഞ്ഞു കൂട്ടുകാരനെയും നമ്മൾ കണ്ടു. ഇപ്പോൾ നമ്മൾ പനംകുട്ടി പാലത്തിന് മുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ദൂരെ കാണുന്നതാണ് നേരിമംഗലം പവർ സ്റ്റേഷൻ. കല്ലാർകുട്ടിയിൽ നിന്നും 5 കിലോമീറ്റർ ദൂരത്തിലായാണ് പനംകുട്ടി പവർ ഹൗസ്. കല്ലാർകുട്ടി ഡാമിലെ ജലത്തെ വൈദ്യുതിയാക്കുന്നത് പനംകുട്ടിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പവർ ഹൗസിലാണ്. പെൻസ്റ്റോക്ക് പൈപ്പുകളുടെ ദൂരക്കാഴ്ചകൾ. വൈദ്യുതി ഉൽപ്പാദനത്തിന് ശേഷമുള്ള ജലം പാംബ്ല ഡാമിലേക്കാണ് ഒഴുക്കിവിടുന്നത്. നമ്മൾ യാത്ര ചെയ്ത പനംകുട്ടി പാലം കാണാം. ഉയരമേറിയ ടവറുകളും വൈദ്യുത വിതരണത്തിനായുള്ള ഗ്രിഡ്സും കാണാം. അതിനോട് ചേർന്ന് പതഞ്ഞൊഴുകുന്ന പെരിയാറും.